ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളുടെ കൂടാരങ്ങളാണ് കേട്ടോ. നമ്മൾക്ക് റബ്ബ് കനിഞ്ഞു തന്ന നമ്മളെ മക്കളെക്കുറിച്ച് ചെറുതാവുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ചെറിയ അതായത് അവരെ വളർത്തണം, അവർക്ക് ബുദ്ധിമുട്ടൊന്നും വരാതെ വളർന്ന് സ്കൂളിൽ പഠിപ്പിക്കണം, മദ്രസയിൽ പഠിപ്പിക്കണം, അങ്ങനെ വിദ്യാഭ്യാസം നൽകണം, അവർ നല്ലൊരു ഉയർച്ചയുള്ള ജോലിയിലൊക്കെ എത്തിക്കണം എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണും അല്ലേ. പിന്നെ നമ്മൾ അവർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നം കാണുന്നതാണിതാ. അതൊക്കെ ഒരു വലിയൊരു സ്വപ്നങ്ങളെ കൂടാരങ്ങളാണ് കേട്ടോ. മോൻ്റെ കല്യാണത്തിന് അടിച്ച കത്താണിത്. നമുക്ക് എത്രമാത്രം എന്നറിയാം, ഒരു പാവപ്പെട്ട ഒരു കുടുംബമാണ് നമ്മൾ. പക്ഷെ എന്നാലും അവൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല ചന്തത്തിൽ തന്നെ നമ്മളെ റബ്ബ് അള്ളാഹു കൈവിടാതെ എല്ലാം നടത്തി തന്നു. കല്യാണക്കത്ത് ഒരു 4 ബാക്കി വന്നാണ്. 4 അല്ല, ഒരു 10 ഉണ്ട്. കാരണം കുറച്ച് ദിവസം വൈകിയപ്പോൾ എനിക്ക് ഭയങ്കര തിരക്കായിട്ട്, എല്ലാത്തിനും ഭയങ്കര തിരക്കാണ് ഉമ്മക്ക്. അപ്പം ഞാൻ വേഗം കല്യാണം പറയാൻ കുറച്ച് ഭാഗങ്ങളിലൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് കത്ത് ബാക്കി വന്നതാട്ടോ ഇത് ഈ കാണിക്കുന്നത്. എൻ്റെ മാണിക്കക്കല്ല് മകൻ്റെ കല്യാണത്തിന് അടിച്ച കത്താണ് കേട്ടോ, കത്തിൻ്റെ മോഡൽ. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊക്കെ സ്വപ്നങ്ങൾ തന്നെ. മോനിക്ക് കട്ടിൽ വേണം, മോനിക്ക് ബ്ലാങ്കറ്റ് വേണം, ബെഡ് വേണം, നല്ല ബെഡ്. അവനിക്ക് നല്ല ഇങ്ങനെ ബെഡിലൊക്കെ വിരിച്ച് നല്ല സുഖത്തിൽ കിടക്കാൻ. ചെറുപ്പം മുതലേ നമ്മൾ എത്ര ചെറിയ വീട്ടിൽ താമസിച്ചാലും അവനിക്ക് കിടക്കാനുള്ളതൊക്കെ നല്ല വൃത്തിയിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളിൽ വളർന്ന മോന. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും മക്കളും എല്ലാ മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ ഇനിയൊരു മാതാപിതാക്കൾക്കും ഒരു നഷ്ടം വരരുതേ എന്ന് എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ആ സ്വപ്നത്തിൽ പെട്ടതാണ് കേട്ടോ. അവൻ്റെ അലമാറ, അവൻ്റെ ഫാന്, പിന്നെ എത്ര ചെറിയ വീട്ടിലാണ് താമസിക്കണമെങ്കിലും അവനിക്ക് നല്ല സുരക്ഷിതമായ സ്ഥലം ഉണ്ടാവും. എന്നിട്ട് അവൻ പറയും, എമ്മച്ചി താഴെ കിടക്കണ്ട, കട്ടിമ കിടക്കും. അപ്പോൾ മാണ്ടമ്മൻ്റെ കുട്ടി അവിടെ കടന്നു പറയും. അങ്ങനെ കടത്തി ഉറക്കിയിരുന്ന മോനാണ് കേട്ടോ. നല്ല ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് വീടൊന്നുമില്ല സ്വന്തം, എന്നും തറവാട്ടിലാണ് ഉമ്മാൻ്റെ ഒക്കെ എടുത്താൽ താമസിച്ചിരുന്നു. പിന്നെ നമ്മൾ മോനൊക്കെ വലുതായി മൊബൈൽ സർവീസിങ്ങിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവനും അമ്പലപ്പാറ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇനി നമ്മളങ്ങനെ കൂട്ടത്തിലിരിക്കാതെ തനിച്ചൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മയും അവിടുത്തെ പഴയ തറവാട്ടിലത്തെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെ വേറെ വാടകയ്ക്കൊരു വീടൊക്കെ എടുത്ത്, ചെറിയൊരു വീടിട്ട് അതൊക്കെ എടുത്ത് താമസം തുടങ്ങിയ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ വീട്ടിലും ചെറിയ വീട്ടിലും മോന് വളർന്നതിന് ശേഷം വലിയ വീട്ടിൽ അവന് തന്നെ വാടക ഒക്കെ കൊടുത്ത് 5000 രൂപ വാടകൻ്റെ നല്ല 3 റൂമൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീട്ടിലൊക്കെ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ അതും പോരാ, കാരണം എപ്പോഴും വിരുന്നേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നല്ലൊരു വീടൊക്കെ അവരുടെയും കൂടി ഇഷ്ടത്തിൽ നല്ലൊരു